നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഹോക്കി ടീമിന് വെങ്കല മെഡൽ ലഭിച്ചിരുന്നു. ആ ടീമിലെ അവിഭാജ്യ ഘടകമാണ് ഒളിമ്പ്യൻ PR ശ്രീജേഷ് എന്ന മലയാളി. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ ഇൻ്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പറ്റിയുള്ളതാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 15-നായിരുന്നു ഈ അതായത് പതാക ഉയർത്തൽ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ടീമംഗങ്ങളുടെയൊക്കെ ആയിട്ട് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അതിനായി ശ്രീജേഷും ഡൽഹിയിലുണ്ടായിരുന്നു. ഒപ്പം അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും അദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യയും ബന്ധുക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തും മറ്റ് ഒഫീഷ്യലും ഒക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ശ്രീജേഷിനോട് ചോദിക്കുന്നു, പ്രധാനമന്ത്രിയെ കാണേണ്ടതല്ലേ, മാതാപിതാക്കൾക്കും അതായത് ബന്ധുക്കൾക്കും കാണാനുള്ള അനുമതി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അനുമതി കിട്ടിയിട്ടില്ല, തനിക്ക് മാത്രമാണ്, ടീമംഗങ്ങൾക്കാണ് പ്രധാനമന്ത്രിയായിട്ട് ഇടപെടാനുള്ള അവസരമുള്ളത്, അതിന് കൃത്യമായിട്ടും പ്രോട്ടോക്കോൾ ഉണ്ട് എന്ന തരത്തിൽ അദ്ദേഹം സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, എന്തുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്തുകൂടാ, ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടില്ലേ, മാതാപിതാക്കളെയും മക്കളെയും ഭാര്യയൊക്കെ പ്രധാനമന്ത്രിയെ കാണാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എന്ന് പറയുമ്പോൾ ശ്രീജേഷ് ശരി എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ PMO ഓഫീസിലേക്കൊരു മെയിൽ അയക്കുന്നു. അന്ന് രാത്രി ഒരു 11 മണിയായപ്പോഴേക്കും അദ്ദേഹത്തിന് ഒരു കോൾ വരുന്നു. ശ്രീജേഷിൻ്റെ ഒരു മെയിൽ കിട്ടിയെന്നും ഇതിനെപ്പറ്റി ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, അദ്ദേഹത്തോട് ചോദിക്കട്ടെ, എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഇയാൾക്ക് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു അവരിങ്ങനെ വിളിക്കുമെന്നോ ഇതിനെപ്പറ്റി ചോദിക്കുമെന്നോ എന്തല്ല. അപ്പോൾ അവരാദ്യം ചോദിക്കുന്നുണ്ട്, പ്രധാനമന്ത്രിക്ക് ഇന്നേ ദിവസം പറഞ്ഞിരിക്കുന്ന ദിവസം നിങ്ങളുമായിട്ട് ഇടപെടാൻ അദ്ദേഹത്തിന് ആ സമയം വെച്ചിട്ടുണ്ട്, പക്ഷേ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിരുന്നെങ്കിൽ താങ്കളുടെ മാതാപിതാക്കളുമൊക്കെ ആയിട്ട് കാണാമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ശ്രീജേഷ് പറയുന്നു, എനിക്കിതിന് ശേഷം എനിക്ക് നാട്ടിലേക്ക് പോകേണ്ടതാണ്, വേറെ ചില പരിപാടികൾ അവിടെ ഏറ്റിട്ടുണ്ട് എന്ന് പറയുന്നു. ശരി ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് PM ഓഫീസിലെ വിളിച്ച ആൾ ഫോൺ വെക്കുന്നു. രാവിലെ സായിയുടെ ഒരു ഒഫീഷ്യൽ ശ്രീജേഷിനെ വിളിച്ച് പറയുന്നു, പ്രധാനമന്ത്രി സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ശ്രീജേഷ് വലിയ സന്തോഷത്തിലാവുകയും ചെയ്യുന്നു. തുടർന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഭിമാനത്തോടെ മാത്രമേ അത് കേട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. അദ്ദേഹം പറയുന്നു, പ്രധാനമന്ത്രി പതാക ഉയർത്തലെല്ലാം കഴിഞ്ഞതിന് ശേഷം തങ്ങളുമായിട്ടുള്ള ഇടപെടലുണ്ടായിരുന്നു, അതായത് കായിക താരങ്ങൾ. അപ്പോൾ അവരുമായിട്ട് ഇടപെടുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ടും പ്രധാനമന്ത്രിയുടെ കൂടെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്, എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടത്, അങ്ങനെ അവർക്കൊക്കെ കൃത്യമായ പ്രോട്ടോക്കോൾ ഉണ്ട്. അതെല്ലാം ഔപചാരികമായിട്ടുള്ള എഴുതി തയ്യാറാക്കിയ പോലുള്ള ചടങ്ങുകളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിയുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുള്ള ഇടത്തേക്ക് പ്രധാനമന്ത്രി വരികയാണ്. അപ്പോൾ ശ്രീജേഷിൻ്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ ആ വാതിൽ കടന്നു കഴിയുമ്പോൾ, അതായത് മുമ്പ് കണ്ടിരുന്ന ഒരാളെ അല്ല, ആ വാതിൽ കടന്നു കഴിയുമ്പോൾ കാണുന്നത് അത് പ്രധാനമന്ത്രിയാണോ അതോ എൻ്റെ പിതൃതുല്യനായിട്ടുള്ള ആളാണോ എന്നെനിക്ക് തോന്നിയപ്പോൾ ആ രീതിയിലാണ് ഒരു വാതിൽ കടന്നകത്തേക്ക് വരുമ്പോൾ ശ്രീജേഷിൻ്റെ മകനെയാണ് അദ്ദേഹം ആദ്യം പോയി കാണുന്നത്. പിന്നെ നമ്മൾ കണ്ടതാണത്, പല മാധ്യമത്തിലൂടെയും കണ്ടതാണ്, ശ്രീജേഷിൻ്റെ മകനെ അദ്ദേഹം ഓമനിക്കുന്നതും ലാളിക്കുന്നതും എൻ്റെ അടുത്തേക്ക് വാടാ എന്നൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയും ശ്രീജേഷിൻ്റെ മാതാപിതാക്കളോടും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മകളോടുമൊക്കെ സംസാരിക്കുന്ന ആ ഒരു ദൃശ്യം കണ്ടതാണ്. അതിനുശേഷം അദ്ദേഹം ഈ ശ്രീജേഷിൻ്റെ മകനെ എടുത്തുകൊണ്ട് പോയി അവന് കേക്ക് അവൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നതും തുടർന്ന് അവനോട് സംസാരിക്കുന്നതും, അവന് ഹിന്ദി അറിയില്ല, പക്ഷേ അത് പറഞ്ഞു കൊടുക്കുന്നത് ശ്രീജേഷാണ്. അവൻ മറുപടി പറയുന്നതൊക്കെ പറഞ്ഞതിന് ശേഷം ശ്രീജേഷ് പറയുന്നുണ്ട്, എൻ്റെ പിതാവ് എൻ്റെ മോനെ കണ്ടാൽ എങ്ങനെയാണോ അവനോട് പെരുമാറുന്നത് ആ രീതിയിലാണ് കണ്ടത്. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രധാനമന്ത്രിയിലും ഇങ്ങനെ ഇത് കണ്ടിട്ടില്ല. ഞങ്ങളുടെ കൂടെ കായിക താരമായിരുന്ന ഞങ്ങളെല്ലാം കൂടെ ഉള്ള ഇടപെടലിൽ അദ്ദേഹം നിന്നത് തികഞ്ഞും പ്രധാനമന്ത്രി എന്ന രീതിയിൽ ഔപചാരികമായ രീതിയിൽ നിൽക്കുന്നു, ഫോട്ടോ സെഷൻ കഴിയുന്നു, സംസാരമെല്ലാം കഴിയുന്നു. അതിനുശേഷം എൻ്റെ കുടുംബാംഗങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അദ്ദേഹം മറ്റൊരു ആൾ, അതായത് ആ സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മറ്റൊരാളായിട്ട് നിന്ന് എനിക്കൊരിക്കലും എൻ്റെ ജീവിതത്തിലൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണത്. എൻ്റെ വീട്ടുകാർക്കും അതെ. ഞാൻ കിഴക്കമ്പലം എന്ന് പറഞ്ഞൊരു സ്ഥലത്തുനിന്ന് വന്നതാണ്. എൻ്റെ പിതാവ് ഒരു കർഷകനാണ്, സാധാരണപ്പെട്ട ആളാണ്. എൻ്റെ ഭാര്യയും എൻ്റെ സഹോദരങ്ങളൊക്കെ അവരൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല ജീവിതത്തിൽ എന്തെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇങ്ങനെ അടുത്ത ഇടപെടേണ്ട വരുമെന്ന്. അതാണ് സാധിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ അഭിമാനത്തോടെ ആ ഒരു നിമിഷങ്ങളെ പറ്റി പറയുകയാണ്. ഇനി കേരളത്തിലെ കാര്യം നോക്കുക. ശ്രീജേഷ് മുമ്പ് പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ട്,
ഒളിമ്പിക്സ് കഴിഞ്ഞതിന് ശേഷം, ഇപ്പോഴല്ല ഇതിനു മുമ്പത്തെ, ഇവിടെ വരുമ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും തന്നെ വന്ന് കാണുകയോ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇത്തവണ തന്നെ ഈ ഒളിമ്പിക്സ് തുടങ്ങുന്നതിൻ്റെ അന്നാണ് മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കായിക വകുപ്പ് 5 ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ചതുപോലും. കാരണം അവർ അത്രയേറെ ഉദാസീനതയോടെയാണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. മാത്രമല്ല, ശ്രീജേഷിൻ്റെ ഇതുപോലെ ഒരു പരാമർശം വന്നതിന് ശേഷം, അതായത് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും തന്നെ കാണുകയോ തന്നോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ തന്നെ സ്വീകരിക്കാൻ വരികയോ ചെയ്തില്ല ഇതിനു മുമ്പ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇത്തവണ ശ്രീജേഷിന് സ്വീകരണം കൊടുക്കാൻ ഇവർ തയ്യാറാവുന്നത്. അതുമാത്രമല്ല, മന്ത്രിമാർ തമ്മിലൊരു മത്സരം പോലെയായി. അവസാനം എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്വീകരണ ചടങ്ങ് തന്നെ മാറ്റിവെക്കേണ്ടി വന്നത്. അത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, മന്ത്രിമാരായ വി ശിവൻകുട്ടിയും വി അബ്ദുറഹിമാനും തമ്മിലുള്ള ഒരു തർക്കമാണ് ഇതിൻ്റെ കാരണം. ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്, അബ്ദുറഹിമാൻ കായിക വകുപ്പ് മന്ത്രിയാണ്. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ജോയിൻറ്റ് ഡയറക്ടറാണ് ശ്രീജേഷ്. അപ്പോൾ ശ്രീജേഷിന് സ്വീകരണം കൊടുക്കാനുള്ള അർഹത തങ്ങളുടെ വകുപ്പിനാണ് എന്ന് പറയുന്നു. എന്നാൽ ശ്രീജേഷ് കായിക താരമാണ്, അതിനാൽ അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കാനുള്ള അർഹത തങ്ങൾക്കാണ് എന്ന് കായിക വകുപ്പും പറയുന്നു. ഇവർ തമ്മിലുള്ള തർക്കം കൊണ്ട് ഈ പരിപാടി തന്നെ മാറ്റിവെക്കേണ്ടി വന്നു. മാത്രമല്ല, മുഖ്യമന്ത്രിയോട് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിനോട് അതിൻ്റെ അനുവാദം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അസൗകര്യമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ച ശ്രീജേഷിന് പാതി വഴിയിൽ ശിവൻകുട്ടിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ വരുന്നു, ഈ സ്വീകരണം മാറ്റിവെച്ചതായിട്ട്. ഒന്ന് ഓർത്തു നോക്കുക. 28 സംസ്ഥാനമുള്ളതിൽ സാമാന്യം ചെറുതായിട്ടുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. ഇതിലും വലിയ സംസ്ഥാനങ്ങളൊക്കെ ഈ രാജ്യത്ത് വേറെയുമുണ്ട്. ഇവിടുത്തെ ഒരു മുഖ്യമന്ത്രിയും ഏതാനും മന്ത്രിമാരും അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കിയ PR ശ്രീജേഷ് എന്ന ഒളിമ്പ്യന് ഒരു സ്വീകരണം നൽകാൻ പോലും അവർക്ക് സമയമില്ല. അല്ലെങ്കിൽ മന്ത്രിമാർ തമ്മിൽ തർക്കമാണ്, മുഖ്യമന്ത്രിക്ക് അസൗകര്യമാണ് എന്ന് ഓർക്കുമ്പോഴാണ് ഇതേ ശ്രീജേഷ് തന്നെ ഇരുന്ന് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ പ്രധാനമന്ത്രിയെ പറ്റി പറഞ്ഞ, അതും പരിപാടിയുടെ തലേ ദിവസം തൻ്റെ കുടുംബാംഗങ്ങൾക്ക് കൂടി പ്രധാനമന്ത്രിയെ കാണാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കിയപ്പോൾ അന്നേ ദിവസം രാത്രി 11 മണിക്ക് PMAയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് ഒരിക്കൽ കൂടി അന്വേഷിക്കുകയും തുടർന്ന് രാവിലെ ആയപ്പോഴേക്കും പ്രധാനമന്ത്രി സമ്മതിച്ചു എന്ന ആ അറിയിപ്പ് ലഭിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും കിട്ടിയ ആ സന്തോഷത്തെപ്പറ്റി അദ്ദേഹം പറയുന്നത് നമുക്ക് കണ്ണു നിറഞ്ഞ് മാത്രമേ കണ്ടിരിക്കാൻ പറ്റൂ. നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരനും ആയിക്കോട്ടെ. അതിനുശേഷം അദ്ദേഹം ഒരു പോസ്റ്റ് പോലും വിട്ടിട്ടുണ്ടായിരുന്നു. ആരുടെയും രാഷ്ട്രീയമായിട്ടോ പേര് വെച്ചിട്ടോ ഒന്നുമല്ല. ഒരു ലീഡറിൻ്റെ ക്വാളിറ്റി എന്താണ് എന്ന തരത്തിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും അനുഭവിച്ച് ബോധ്യപ്പെട്ടൊരു കാര്യമുണ്ട്. എത്ര മഹത്വമുള്ള വ്യക്തിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന്. ആ സ്ഥാനത്ത് അദ്ദേഹത്തിന് ഇനി ഒന്നും പറയേണ്ട കാര്യമില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയെ പറ്റിയോ ഇവിടുത്തെ മന്ത്രിമാരെ പറ്റിയോ ഒന്നും പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ നേരിട്ടറിഞ്ഞ് അദ്ദേഹം അനുഭവിച്ച ആ കാര്യങ്ങൾ മാത്രം മതി. ആര് എവിടെ നിൽക്കുന്നു, ആര് എവിടെ ഇരിക്കുന്നു എന്നറിയണമെങ്കിൽ. ഇതൊക്കെയാണ് നല്ല ഭരണാധികാരി ആരാണ്, നല്ല നേതാവ് ആരാണ് എന്ന് ആളുകളും ജനമൊക്കെ മനസ്സിലാക്കുന്ന ഓരോ സന്ദർഭങ്ങൾ.